ഹായ്. ഇപ്പം MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിൻ്റെ നോട്ട്സാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൺ പ്രിസൺ വിസിറ്റിംഗ് സിസ്റ്റം ഹൈലൈറ്റ് ദ റോൾ ഓഫ് NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ഇൻ ഇംപ്രൂവിങ് ദ പ്രിസൺ കണ്ടീഷൻ. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, to improve the living conditions in jails and other institutions. അപ്പോൾ ഇവിടെ വിസിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം പറയാം. വിസിറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഒഫീഷ്യൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഒഫീഷ്യൽസ് വിച്ച് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒഫീഷ്യൽസും നോൺ ഒഫീഷ്യൽസും അടങ്ങിയ ഒരു ഗ്രൂപ്പിനെയാണ് ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവരെന്താണ് ചെയ്യുന്നത്? സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യും. നമ്മുടെ ഈ ജയില് അതേപോലെയുള്ള കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ വൺസ് ഇൻ എ മന്ത് അവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണം. സൺഡേസ് ആൻഡ് ഹോളിഡേയ്സിൽ പറ്റില്ല, അല്ലാത്ത ദിവസമായിരിക്കും ഇവർ വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യണം? ഇവർക്കൊരു എൻട്രി റെക്കോർഡ് ബുക്കുണ്ട്, അതിനകത്ത് ഇവർ എൻട്രി ചെയ്യുക. ഇവർ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടുത്തെ പ്രിസണേഴ്സ് നൽകിയിട്ടുള്ള പരാതികൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആ ബുക്കിൽ നോട്ട് ചെയ്യുക. അവർ വന്ന ഡേറ്റും ടൈമും ഒക്കെ അതിൽ എഴുതി വയ്ക്കുക. ഇതാണ് ഒരു വിസിറ്റിംഗ് സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ള കാര്യം. ഈ ബോർഡ് ഓഫ് വിസിറ്റേഴ്സാണ് അവർ പെർഫോം ചെയ്യുന്ന റോളാണ്. ഇതിന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു വലിയ പങ്കുണ്ട്. അവരും ഇതേപോലെ വിസിറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു മെമ്പറായിട്ട് NHRCയുടെ ചെയർമാൻ എല്ലാ വർഷവും കൊണ്ടും എല്ലാ പ്രിസൺസും കണ്ട് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ പോരായ്മകളും ലൂപ്പ് ഹോൾസും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതാണ് NHRCയുടെ വിസിറ്റിംഗ് സിസ്റ്റത്തിലുള്ള റോൾ എന്ന് പറയുന്നത്. കോട്ടെ, to improve the living conditions in jails and other institutions. Other institutions എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ജയിലല്ലാതെ വേറെയുള്ളത് ജുവനൈൽ, അങ്ങനെയൊക്കെ. ചെയർമാൻ ഓഫ് NHRC visits various prisons in the states and brings to the notice of the concerned authorities the loopholes in the prison administration and violation of the rights of prisoners. അപ്പോൾ പ്രിസണേഴ്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയോ പ്രിസൺ അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും പോരായ്മകൾ, ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ NHRCയുടെ ചെയർമാൻ എന്ത് ചെയ്യണം? കൺസേൺഡ് അതോറിറ്റിനെ അറിയിക്കണം, അതായത് സ്റ്റേറ്റിനെ അറിയിക്കണം. വാച്ച് ഡോഗ്, NHRC വാച്ച് ഡോഗ് എന്നാണ് പറയുന്നത്. ആൻഡ് റിഫോം ഫെസിലിറ്റേറ്റർ എൻക്വയറിംഗ് ദാറ്റ് പ്രിസൺസ് ഫംഗ്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ പ്രിസൺസ് എല്ലാം പാലിക്കുന്നുണ്ടെന്നും അവിടെയുള്ളവർക്കെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രിസണേഴ്സിനെല്ലാം കിട്ടുന്നുണ്ടെന്നും അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് റെസ്പെക്റ്റ് ഒക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ അറിയണം. അതാണ് വാച്ച് ഡോഗ് ചെയ്യുന്നത്. റിഫോം ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു NHRC. വൈറ്റൽ റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് പ്രിസൺസ് ഫ്രം പ്യൂണിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റിഫോർമേറ്റീവ് ആൻഡ് ഹ്യൂമെയിൻ കറക്ഷണൽ സെൻറ്റേഴ്സ്. അപ്പോൾ NHRC ആണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന മാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാതെ എന്തും കൂടെ ആക്കി മാറ്റുന്നു, ഒരു റിഫോർമേറ്റീവ് ഹ്യൂമൻ കറക്ഷണൽ സെൻറ്റേഴ്സും കൂടെ ആക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് NHRC ആണ്. ഇനി റോൾ ഓഫ് NHRC ഓൺ പ്രിസൺ വിസിറ്റ്സ്. ഒരു പ്രിസൺ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റോൾസ് ആണ് NHRC ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, സർപ്രൈസ് ആൻഡ് റെഗുലർ വിസിറ്റ് ടു പ്രിസൺസ്. സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടും വിസിറ്റ് ചെയ്യുക, വൺസിൻ്റെ മന്തൊക്കെ വിസിറ്റ് ചെയ്യണം. ഇൻ്ററാക്ഷൻ വിത്ത് ഇൻമേറ്റ്സ്, പ്രിസൺ സ്റ്റാഫ്സ് ആൻഡ് അതോറിറ്റീസ്. ഒരു പ്രിസണിലുള്ള പ്രിസണേഴ്സിൻ്റെ അടുത്തും പ്രിസണിലെ സ്റ്റാഫിൻ്റെ അടുത്തും ബാക്കി അതോറിറ്റീസിൻ്റെ അടുത്തും ഒക്കെ എന്ത് ചെയ്യണം? ഇൻ്ററാക്ട് ചെയ്യണം. ഇൻസ്പെക്ഷൻ ഓഫ് ലിവിങ് കണ്ടീഷൻസ്. അപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിവിങ് കണ്ടീഷൻസ്, അവരുടെ ഫുഡ്, അതുപോലെ ഹൈജീൻ, വാട്ടർ, സാനിറ്റേഷൻ, അതുപോലെ മെഡിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, പിന്നെ വുമൺ ആൻഡ് ജുവനൈൽ വാർഡ്സ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം? NHRC ഇൻസ്പെക്ട് ചെയ്യണം. എക്സാമിനേഷൻ ഓഫ് ലോക്കപ്സ് ആൻഡ് അണ്ടർ ട്രയൽ ഡിറ്റൻഷൻ. അതായത് തൽക്കാലത്തേക്ക് ലോക്കപ്പിലിടും, കണ്ടിട്ടില്ലേ? ജയിലല്ല, പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ലോക്കപ്പിലിടുന്നത്. പിന്നെ അണ്ടർ ട്രയൽ, ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പും ജയിലിൽ ഇടാറുണ്ട്, അതാണ് അണ്ടർ ട്രയൽ.
അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. ഡിറ്റക്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ അത് കണ്ടെത്തണം. എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, അപ്പോൾ എത്ര പേര് വന്നു, എത്ര പേര് കണ്ടു, എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്, എത്ര പ്രിസണേഴ്സ് ഉണ്ട്, ഓരോ റൂമിലും എത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം കൃത്യമായ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഉണ്ടായിരിക്കണം. റെക്കമെൻഡ് കറക്റ്റീവ് മെഷേഴ്സ്, അതുപോലെ എന്തെങ്കിലും രീതിയിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതികൾ സ്വീകരിക്കാം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ റോൾ ഓഫ് NHRC ഇൻ ഇംപ്രൂവിങ് പ്രിസൺ കണ്ടീഷൻസ്. ഈ പ്രിസൺ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് NHRCക്ക് എന്തൊക്കെ റോളാണുള്ളത്? ഇത് പ്രിസൺ വിസിറ്റ് ചെയ്യുമ്പോഴുള്ള റോൾസ് ആണ്. ഇനി ഇത് കണ്ടുപിടിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പ്രിസൺ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് NHRC ചെയ്യുന്നത്? മോണിറ്ററിങ് ആൻഡ് ഇൻസ്പെക്ഷൻ, കണ്ടക്ട്സ് ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ് ഓഫ് ജയിൽസ് അക്രോസ് സ്റ്റേറ്റ്സ്. അപ്പം എല്ലാ സ്റ്റേറ്റുകളിലും, സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ട്സ് ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസ് ഓഫ് ജയിൽസ് അക്രോസ് സ്റ്റേറ്റ്സ്. ഐഡൻറ്റിഫൈസ് ഇഷ്യൂസ് ലൈക്ക് ഓവർ ക്രൗഡിങ്, കസ്റ്റോഡിയൽ വയലൻസ് ആൻഡ് നെഗ്ലെക്റ്റ്. അതായത് ഒരു പ്രിസണിൽ അംഗീകരിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത്. ഓവർ ക്രൗഡിങ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കസ്റ്റോഡിയൽ വയലൻസോ നെഗ്ലെക്റ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തുന്നു. അതാണ് മോണിറ്ററിങ് ആൻഡ് ഇൻസ്പെക്ഷനിൽ വരുന്നത് റോൾ ഓഫ് NHRC ഇൻ ഇംപ്രൂവിങ് പ്രിസൺ കണ്ടീഷൻസ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും ഓരോ റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ട്, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സർവീസിൽ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു. പ്രിവെൻഷൻ ഓഫ് കസ്റ്റോഡിയൽ ടോർച്ചർ ആൻഡ് ഡെത്ത്, അതിനുള്ള ഗൈഡൻസും റെക്കമെൻഡേഷൻസും കൊടുക്കുന്നു. സെപ്പറേഷൻ ഓഫ് അണ്ടർ ട്രയൽസ് കൺവിക്സ് വിമൻ ആൻഡ് ജുവനൈൽസ്, അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു ജയിലിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും കൂടെ ഒരുമിച്ചിടുന്നത് എന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തവരെ കൂടെ വലിയ വലിയ തെറ്റുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ട്രയലിലുള്ളവരെയും കൺവിക്റ്റ് ആയിട്ടുള്ളവരെയും വുമനെയും ജുവനൈൽസിനെയും ഒക്കെ സെപ്പറേറ്റ് വാർഡിൽ കടത്തണം എന്ന് പറയുന്നത്. ഓക്കെ. ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആണ് ഒരു റോള്. അടുത്ത റോള് അഡ്രസ്സിങ് കസ്റ്റോഡിയൽ ഡെത്ത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് NHRCനെ അറിയിക്കണം. അതാണ് അഡ്രസ്സിങ് കസ്റ്റോഡിയൽ ഡെത്ത്. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് കസ്റ്റോഡിയൽ ഡെത്ത് ഓഫ് NHRC ടു NHRC. ഓർഡേഴ്സ് ഇൻഡിപെൻഡൻറ്റ് എൻക്വയറീസ് ആൻഡ് കോമ്പൻസേഷൻ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രത്യേകമായിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തും, അതിനെപ്പറ്റി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻക്വയറീസ് നടത്തും, അതുപോലെ കോമ്പൻസേഷനും കൊടുക്കും മരണപ്പെട്ട ആൾക്കാർക്ക്, അവരുടെ കുടുംബത്തിന്. ഓക്കെ. പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ പ്രിസണേഴ്സ് ആണ് അടുത്തത്. വൾണറബിൾ പ്രിസണേഴ്സിലാണ് വരുന്നത് വിമൻ പ്രിസണേഴ്സ്, ചിൽഡ്രൻ ലിവിങ് വിത്ത് മദേഴ്സ്, എൽഡർലി, ഡിസേബിൾഡ് ആൻഡ് മെൻ്റലി ഇൻമേറ്റ്സ്. ഇവരെല്ലാം വൾണറബിൾ പ്രിസണേഴ്സ് ആണ്. ഇവരുടെ എല്ലാ പ്രൊട്ടക്ഷനും NHRCയുടെ റോളാണ്. ലീഗൽ ആൻഡ് പോളിസി ഇൻ്റർവെൻഷൻസ്. അപ്പം ലീഗലായിട്ടുള്ള പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. അഡ്വൈസസ് ഗവൺമെൻറ് ഓൺ പ്രിസൺ റിഫോംസ്, സ്പീഡി ട്രയൽ ഫോർ അണ്ടർ ട്രയൽസ്, യൂസ് ഓഫ് പ്രൊബേഷൻ, പരോൾ ആൻഡ് ഓപ്പൺ പ്രിസൺ. ഇതെല്ലാം തന്നെ പുതിയ പുതിയ പോളിസി ഇൻ്റർവെൻഷൻസ് വഴി കൊണ്ടുവന്നതാണ് ഓപ്പൺ പ്രിസൺ, തുറന്ന ജയിൽ. യൂസ് ഓഫ് പ്രൊബേഷൻ, പരോൾ, അതായത് ഒരാൾ നല്ല വ്യക്തിയാണോ എന്ന് കണ്ടെത്താനുള്ള കുറച്ച് സമയമാണ് പ്രൊബേഷൻ. അവിടെ പരോൾ അനുവദിക്കുന്നതും ഒക്കെ എന്താണ്? ഈ പോളിസി ഇൻ്റർവെൻഷൻസ് ഭാഗമായിട്ടാണ്. അവയർനെസ് ആൻഡ് ട്രെയിനിങ്. അതുപോലെ കണ്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ് ട്രെയിനിങ് ഫോർ പ്രിസൺ സ്റ്റാഫ്. ഇപ്പോൾ പ്രിസൺ സ്റ്റാഫിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണ് അതൊന്നും വയലേറ്റ് ചെയ്യാതെ പ്രിസണേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസൺ സ്റ്റാഫ്സിന് ഹ്യൂമൻ റൈറ്റ് ട്രെയിനിങ് ഒക്കെ നടത്തുന്നത്. അവയർനെസ് ആൻഡ് ട്രെയിനിങ്. പ്രൊമോട്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് കൾച്ചർ വിതിൻ പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ആ പ്രിസൺ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ പ്രിസൺ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നു, പ്രിസൺ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി NHRC ഈ പ്രിസൺസിൽ ഇൻ്റർവ്യൂൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് പ്രിസൺ അതോറിറ്റീസ്. അപ്പോൾ പ്രിസണിൽ നടക്കുന്ന കാര്യങ്ങൾ, വരവ് ചെലവുകൾ, എത്ര ആൾക്കാരുണ്ട്, എത്ര പേര് വന്നു, എത്ര പേര് പോയി, അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ബെറ്റർ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. അപ്പോൾ ഇവർ സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്യുന്നു, മന്ത്ലി വിസിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, സാനിറ്റേഷനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹെൽത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ ഹെൽത്ത് കെയറും നൽകുന്നുണ്ട്. റിഡക്ഷൻ ഇൻ കസ്റ്റോഡിയൽ അബ്യൂസ്.
അപ്പോൾ എന്താണ്, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന പോലെ അവരെ ത്രെട്ട് ചെയ്യുകയോ കസ്റ്റഡിയിൽ ഡെത്തൊക്കെ കുറയ്ക്കുന്നു, അതുപോലെയുള്ള അബ്യൂസുകളൊക്കെ കുറയുന്നു. സ്ട്രെങ്തനിങ് ഓഫ് റീഹാബിലിറ്റേറ്റീവ് അപ്രോച്ച് ഇൻ പ്രിസൺ. ഇപ്പോൾ പ്രിസണിൽ എന്താണ്, ഇപ്പം റീഹാബിലിറ്റേറ്റീവ് അപ്രോച്ചാണ് കൂടുതലായിട്ട്. പണിഷ്മെൻറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റിഫോർമേറ്റീവ് തിയറി, അതിൽ വരുന്നതാണ് റീഹാബിലിറ്റേഷൻ. അവരെ പുതുതായിട്ട് മാറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും കൊടുത്ത് പുതിയൊരു വ്യക്തിയാക്കി തന്നെ സൊസൈറ്റിയിലേക്ക് ഇറക്കിയിടാൻ സഹായിക്കുന്നു. ഓക്കെ, ഈ ഒരു ചോദ്യം വന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നോട്ട്സിൻ്റെ ക്ലിയർ വീഡിയോ ആണേ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പോയിൻ്റ് വൈസ് ആയിട്ടാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 പോയിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിൻറ്റ്സ്. ഇതിൽ റോൾ ഓഫ് NHRC ഓൺ പ്രിസൺ വിസിറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് റോൾ ഓഫ് NHRC ഇൻ ഇംപ്രൂവിങ് പ്രിസൺ കണ്ടീഷൻസ്. അതിലെ മോണിറ്ററിങ് ആൻഡ് ഇൻസ്പെക്ഷനും ഇഷ്യൂയിങ് ഗൈഡ് ലൈൻസ് ആൻഡ് റെക്കമെൻഡേഷൻസും ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് അഡ്രസ്സിങ് കസ്റ്റോഡിയൽ ഡെത്ത്, പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ പ്രിസണേഴ്സ്, ലീഗൽ ആൻഡ് പോളിസി ഇൻ്റർവെൻഷൻസ്, അവയർനെസ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അടുത്തത് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് കരോളൊക്കെ വരുന്നുണ്ട്. The impacts of NHRC's intervention. Okay, thank you.